ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് സാമ്പാർ പൊടി ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ചൂടൊക്കെ ആയി തുടങ്ങി, മഴയൊന്നുമില്ല, നമുക്ക് ഇത്തിരി വെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ചില പൊടികളൊക്കെ പൊടിച്ച് വയ്ക്കാം. അപ്പോൾ ആദ്യം സാമ്പാർ പൊടിയാണ്. അതിന് ഞാൻ ആദ്യം മല്ലിയാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ മല്ലി, അത് ഫ്രഷാണ്, 250 ഗ്രാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിരിയൻ മുളകാണ്, അതൊരു 100 ഗ്രാം എടുത്തു. കടലപ്പരിപ്പ് 50 ഗ്രാം, മസൂർ ദാൽ 15 ഗ്രാം, അതുപോലെ തുവരപ്പരിപ്പ് 15 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് പച്ചരിയാണ് 30 ഗ്രാം. ഇത് ഉലുവ 50 ഗ്രാം. ഇത് കുറച്ച് ഉഴുന്നാണ് 20 ഗ്രാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കായമാണ്. അപ്പോൾ കായം തന്നെ ആദ്യം നമുക്ക് ചെയ്യാം. കായം ഞാൻ മൈക്രോവേവിൽ ഇട്ടിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. അതൊരു മിനിറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ വീർത്ത് വരും. പിന്നെ അതൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ ഒന്ന് കല്ലിട്ടൊന്ന് കുത്തുമ്പോൾ തന്നെ നന്നായിട്ട് ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിനി മല്ലി വറുത്തെടുക്കാം. നല്ല ഫ്രഷ് മല്ലിയാണെങ്കിൽ നന്നായിട്ടിരിക്കും സാമ്പാർ. അപ്പോൾ മല്ലി ഏകദേശം ആയിക്കഴിഞ്ഞു, നമുക്ക് ഓഫ് ചെയ്യാം, അത് ആറട്ടെ. ഇവിടെ മൈക്രോവേവിൽ ഞാൻ പിരിയൻ മുളക് എടുത്ത് വെച്ചു. അതൊരു 1 മിനിറ്റ് 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തെടുത്തു. അതേപോലെ തന്നെ കറിവേപ്പില കുറച്ച് എടുത്തിട്ടുണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ കറിവേപ്പിലയും ഞാൻ മൈക്രോവേവ് എടുക്കുകയാണ് ചെയ്തത്. എല്ലാ പരിപ്പ് വർഗ്ഗങ്ങളും ഉലുവയും പച്ചരിയും കൂടെ ഞാൻ ഒരുമിച്ചിട്ടിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചൂടായി കഴിഞ്ഞു. കണ്ടോ, മുളക് ഇപ്പോൾ ഒടിയുന്ന പരുവത്തിലായിട്ടുണ്ട്. കണ്ടോ, പെട്ടെന്ന് ഒടിഞ്ഞു പോവും. അതേപോലെ തന്നെ നമ്മൾ കറിവേപ്പില ഞാൻ മൈക്രോവേവ് ചെയ്തത് നല്ല പൊടിഞ്ഞ് വരുന്ന രീതിയിലായിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചുകൊണ്ട് വരാം. ഞാൻ ഓരോന്നെടുത്തിട്ടാണ് മിക്സിയിൽ പൊടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി മുളക് പൊടിച്ചിരുന്നു. അപ്പോൾ ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. ആദ്യം ഞാൻ മല്ലി പൊടിച്ചുകൊണ്ട് വന്നു, പിന്നെ മുളക് പൊടി പൊടിച്ചുകൊണ്ട് വന്നു. ഇത് നമ്മുടെ പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം കൂടെ പൊടിച്ചതാണ്. അതുപോലെ കറിവേപ്പില പൊടിച്ചത്, പിന്നെ കായം പൊടിച്ചത്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ വീണ്ടും അരിച്ചെടുത്തു. അരിച്ച് പിന്നെ തരികളുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. ആദ്യം പൊടിച്ചത് കൂടാതെ ഒരു 2 പ്രാവശ്യം കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫൈൻ പൊടിയായി കിട്ടി. ഇനി ഇതൊന്ന് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലേ എല്ലായിടത്തും ആവുള്ളൂ. കണ്ടോ, നല്ല ഫൈൻ പൊടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 465 ഈ പാത്രത്തിലും കിട്ടി, കൂടാതെ കുറച്ചും കൂടെ കിട്ടി. അപ്പോൾ ഏകദേശം 500, അതായത് 1/2 കിലോളം കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച മുളക് പൊടിയാണ്. ഇനി സാമ്പാർ പൊടി വെച്ച് ഞാൻ സാമ്പാർ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.